ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതേ ഇല്ല. അപ്പോൾ ഇന്ന് നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്, മഴയൊക്കെ ഉണ്ട് പുറത്ത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കാം. അതിനായി രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയത് ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പോൾ ഞാൻ കുടിക്കുന്നതാണ്, എൻ്റെ മോനിക്കും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനും കുടിക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടികളൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു, അവരെ പല്ലൊക്കെ തേപ്പിച്ചു, പിന്നെ മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതേപോലെ ഇന്നും അതേപോലെ മുടിയൊക്കെ നല്ല ചീകി കൊടുത്ത് നല്ല മൊഞ്ചത്തി കുട്ടികളാക്കി. അങ്ങനെ മൂത്ത മോള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ മോളെയും അതേപോലെ മുടിയൊക്കെ നല്ല ചീകി കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയാക്കി. channel jangan lupa Hi friends sir. Hi friends, jangan lupa bawa Rani Fadain my love എടുത്തിട്ടുണ്ട്. അവൾ ഇന്ന് ലൈഫാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരെ ഇൻട്രൊഡക്ഷനൊക്കെ കേട്ടില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയും നെയ്പ്പത്തിലാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. ഒരു 9:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചായ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അതിനുശേഷം നെയ്പ്പത്തിലും ചിക്കൻ കറിയൊക്കെ ടേബിൾ മേലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളൊക്കെ എല്ലാവരെയും ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൾക്ക് എൻ്റെ കറിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കുന്നുള്ളൂ. കാരണം അവരെ ഫുഡ് കഴിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരൊക്കെ കഴിപ്പിച്ചതിന് ശേഷം ഞാൻ കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീനിങ് ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണിയാകുമ്പോഴേക്കും കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊരു 2 മണിക്കൂർ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു, ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഡാൻസും കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ മോനിക്ക് കുറുക്കലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പ് പോകേണ്ടി വന്നു, ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി അവനോട് പറഞ്ഞിട്ട് പോയാൽ അവൻ കരയൊന്നുമില്ല, അങ്ങനെ പിന്നെ കരച്ചിലായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി സോൾവ് ചെയ്തതിന് ശേഷം പിന്നെ ഷോപ്പിലേക്ക് പോന്നു. പിന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി മാറിയില്ലേ ഇപ്പോൾ മാസ്ക്, അത് പിന്നെ നിർബന്ധമല്ലേ. അങ്ങനെ അവിടെ പോയി, ഇതാണ് ഞങ്ങളുടെ
ചെറിയ മിനി സൂപ്പർ മാർക്കറ്റ്. അവിടുന്ന് പാല് വാങ്ങി തിരിച്ചു വന്നു. അപ്പോൾ ഇനി അത് കുറുക്കലുണ്ടാക്കണം. അത് ഞാനൊന്ന് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് ഈ പൊടി അമൃതപ്പൊടിയാണ്, അംഗനവാടികളിൽ നിന്നൊക്കെ കിട്ടുന്നൊരു പൊടിയാണ്. ഇതിൻ്റെ മുൻപ് 2 റെസിപ്പി ഇതിനെ കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അമൃതപ്പൊടിയും 1 നുള്ളു ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ഗ്ലാസ് പാല്, കുറച്ച് വെള്ളം അത് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മോനിക്കുള്ള തയ്യാറാക്കി കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുകയായിരുന്നു. ഒരു 12 മണി ആയിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോന് മഴയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തുനിന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു. ഒരു പോത്തുണ്ടായിരുന്നു, അതിനെ കഴുകി കൊടുക്കുകയായിരുന്നു ബാപ്പ. അപ്പോൾ ഒരു 12:30 മണിയാകുമ്പോഴേക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു, ടിക്ക ബിരിയാണിയാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കുമായിരുന്നു. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു. ഞാനിത് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യണം. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞു, മഴയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയാകുമ്പോഴേക്കും ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതി. അങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഇതൊക്കെയല്ലേ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല തിരക്കായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ളൊരു ടൗണിലായിരുന്നു പോയിരുന്നത്, നാദാപുരം. അപ്പോൾ എൻ്റെ 3 കുട്ടികൾക്കും വേണം, പിന്നെ അനിയത്തിയുടെ കുട്ടികൾക്കും വേണം ഡ്രസ്സ്. പിന്നെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിലേക്ക് പോകുകയായിരുന്നു. ഞാനിതിൽ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അടിപൊളി കളക്ഷനിൽ ലിറ്റിൽ ചിക്കൻ നല്ലൊരു ഷോപ്പിലേക്കായിരുന്നു ഞങ്ങൾ പോകുന്നത്. നല്ല ചീപ്പ് റേറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സാധനം, റേറ്റും കുറവാണ്. അപ്പോൾ നല്ല കളക്ഷൻസും ഉണ്ട്. അടുത്തുള്ളവരുണ്ടെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഷോപ്പിൻ്റെ മുൻപിൽ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്തു. പിന്നെ ക്ലോസ് ചെയ്തിട്ടാണ് അപ്പുറത്തെ സൈഡിലേക്ക് പോയത്. അവിടെ അടുത്തൊക്കെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ഷോപ്പിൽ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള ഇതായിരുന്നു. കാരണം 2 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് ഷോപ്പിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അകത്തുള്ള അവർ ഇറങ്ങിയതിന് ശേഷമേ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈമൊന്ന് പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ലിറ്റിൽ ചിക്കൻ എന്നുള്ള ഷോപ്പ്. അങ്ങനെ അവർ 2 പേര് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഞങ്ങളൊന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. നാദാപുരമുള്ളവർക്കൊക്കെ അധികവും കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊന്ന് പർച്ചേസ് ചെയ്തു. അവിടുന്ന് വേഗം ഇറങ്ങി, കാരണം അപ്പോഴേക്കും രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങിയായിരുന്നു. കാരണം പുറത്ത് മഴയും ഉണ്ടായിരുന്നു, ലേറ്റ് ആകാനോ രാത്രി ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ വേഗം ഇറങ്ങി. പിന്നീട് മഴ ചെറുതായിട്ടുള്ളതുകൊണ്ട് പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വേഗം തന്നെ വീട്ടിലെത്തി ഫ്രഷായി. കാരണം പുറത്ത് പോയി വന്നാലൊന്ന് ഫ്രഷ് ആവണം. കാരണം കൊറോണ ആയതുകൊണ്ട് കൈയും ഫേസും ഒക്കെ കഴുകി നല്ലോണം ഫ്രഷായിട്ടാണ് അകത്ത് കയറാറുള്ളത്. അപ്പോൾ എൻ്റെ അനുജത്തി പഠിക്കുകയായിരുന്നു. ആ സമയത്തുള്ള വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോഴേക്കും ഒരു സ്പെഷ്യൽ ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നത് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. മസാല ചായ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ചു. അതിൻ്റെ കൂടെ ഇന്നൊരു ഉമ്മ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടേക്ക് കെയർ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.